JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ സിലബസും ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. സ്പെഷ്യൽ ടോപ്പിക്സിന്റെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. PSC നിരന്തരമായിട്ട് ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1077 അബ്കാരി നിയമത്തിലെ നിലവിൽ വന്നത് ഏതു വർഷത്തിലാണ്? 1077 അബ്കാരി നിയമം നിലവിൽ വന്നത് ഏതു വർഷത്തിലാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരമെന്ന് കൃത്യമായിട്ട് ആലോചിച്ച് പറയുക. PSC പലതവണ ആവർത്തിച്ച ചോദ്യമാണ്. ഏതാണ് ശരി ഉത്തരം? 1902 നിലവിൽ വന്നത്. 1077 എന്നത് മലയാള വർഷമാണ്. ഇത് ക്രിസ്തുവർഷം 1902 തുല്യമാണ്. ഈ നിയമം കൊച്ചി മഹാരാജാവ് 1902 ഓഗസ്റ്റ് 5 പാസ്സാക്കിയത്. അപ്പോൾ 1077 എന്നത് മലയാള വർഷമാണ്. അപ്പോൾ ക്രിസ്തുവർഷം എത്രയാണ്? 1902 തുല്യമാണ്. ഈ നിയമം കൊച്ചി മഹാരാജാവ് 1902 ഓഗസ്റ്റ് 5 പാസ്സാക്കിയത്. അപ്പോൾ എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ അതിന് വിശദീകരണവും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അബ്കാരി നിയമം 1077 ഏത് വകുപ്പിലാണ് മദ്യം എന്നതിനെ നിർവചിച്ചിരിക്കുന്നത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ആ 4 ഓപ്ഷനകത്ത് ഏതാണ് അബ്കാരി നിയമം 1077 ഏത് വകുപ്പിലാണ് മദ്യം എന്നതിനെ കുറിച്ച് നിർവചിച്ചിരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. സെക്ഷൻ 310. അബ്കാരി ആക്ട് സെക്ഷൻ 310 പ്രകാരം സ്പിരിറ്റ്, വൈൻ, ചാരായം, കള്ള്, ബിയർ തുടങ്ങിയ ആൽക്കഹോൾ അടങ്ങിയ ഏതൊരു പാനീയത്തെയും മദ്യം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് അബ്കാരി നിയമം 1077 കള്ള എന്നതിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ അകത്ത് ഏതാണ് അബ്കാരി നിയമം 1077 കള്ള എന്നതിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. പുളിപ്പിച്ചതോ പുളിപ്പിക്കാത്തതോ ആയ തെങ്ങിൻ, പന, ഈന്തപ്പന തുടങ്ങിയ വൃക്ഷങ്ങളിൽ നിന്നുള്ള നീര്, അതാണ് കള്ള് എന്നതിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നത്. അബ്കാരി നിയമം സെക്ഷൻ 308 പ്രകാരം തെങ്ങ്, പന, ഈന്തപ്പന അല്ലെങ്കിൽ മറ്റേതെങ്കിലും പനവർഗത്തിൽപ്പെട്ട മരങ്ങളിൽ നിന്ന് എടുക്കുന്ന പുളിപ്പിച്ചതോ പുളിപ്പിക്കാത്തതോ ആയ നീരാണ് കള്ള്. അത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. അബ്കാരി നിയമം 1077 പ്രകാരം ലൈസൻസ് ഇല്ലാതെ മദ്യം വിൽക്കുന്നത് ഡാഷ് ആണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? അബ്കാരി നിയമം 1077 പ്രകാരം ലൈസൻസ് ഇല്ലാതെ മദ്യം വിൽക്കുന്നത് ഡാഷ് ആണ്. എന്താണ്? ശിക്ഷാർഹമായ കുറ്റമാണ്. അബ്കാരി നിയമം സെക്ഷൻ 15 പ്രകാരം ലൈസൻസ് ഇല്ലാതെ മദ്യമോ ലഹരി വസ്തുക്കളോ വിൽക്കുന്നത് നിയമവിരുദ്ധവും ശിക്ഷാർഹവുമാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. 23 വയസ്സിൽ താഴെയുള്ള ഒരാൾക്ക് മദ്യം വിൽക്കുന്നത് അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരം കുറ്റകരമാണ്? 23 വയസ്സിൽ താഴെയുള്ള ഒരാൾക്ക് മദ്യം വിൽക്കുന്നത് അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരം കുറ്റകരമാണ്? ഏത് വകുപ്പ് പ്രകാരമാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. സെക്ഷൻ 15B. അബ്കാരി നിയമം സെക്ഷൻ 15B പ്രകാരം 23 വയസ്സിൽ താഴെയുള്ള ഒരാൾക്ക് മദ്യം വിൽക്കുന്നത് കുറ്റകരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. പൊതുസ്ഥലങ്ങളിൽ മദ്യപാനം നടത്തുന്നത് അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരം നിരോധിച്ചിരിക്കുന്നു? പൊതുസ്ഥലങ്ങളിൽ മദ്യപാനം നടത്തുന്നത് അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരം നിരോധിച്ചിരിക്കുന്നു? ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. സെക്ഷൻ 15C പ്രകാരം അബ്കാരി നിയമം സെക്ഷൻ 15C പ്രകാരം പൊതുസ്ഥലങ്ങളിൽ മദ്യപാനം നടത്തുന്നത് നിരോധിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. അബ്കാരി നിയമം 1077 പ്രകാരം വ്യാജ ലേബലുകൾ ഉപയോഗിക്കുകയോ കൈവശം വയ്ക്കുകയോ ചെയ്യുന്നത് ഡാഷ് ആണ്.
അബ്കാരി നിയമം 1077 പ്രകാരം വ്യാജ ലേബലുകൾ ഉപയോഗിക്കുകയോ കൈവശം വയ്ക്കുകയോ ചെയ്യുന്നത് ഡാഷ് ആണ്. ഓപ്ഷൻ എ ബി സി ഡി ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ശിക്ഷാർഹമായ കുറ്റമാണ്. അബ്കാരി നിയമം സെക്ഷൻ 12C പ്രകാരം വ്യാജമായതോ അനധികൃതമായതോ ആയ ലേബലുകൾ നിർമ്മിക്കുക, വിൽക്കുക, വാങ്ങുക, കൈവശം വയ്ക്കുക എന്നിവയെല്ലാം ശിക്ഷാർഹമായ കുറ്റങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. അബ്കാരി നിയമം 1077 പ്രകാരം ഒരു വ്യക്തിക്ക് സർക്കാർ നിശ്ചയിച്ച അളവിൽ കൂടുതൽ മദ്യം കൈവശം വയ്ക്കുന്നത് ഡാഷ് ആണ്. ഏതാണ്? ഓപ്ഷൻ എ ബി സി ഡി ഏതാണ് അതിൻ്റെ അകത്ത് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ശിക്ഷാർഹമായ കുറ്റമാണ്. അബ്കാരി നിയമം സെക്ഷൻ 13 പ്രകാരം സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള അളവിൽ കൂടുതൽ മദ്യം കൈവശം വയ്ക്കുന്നത് നിയമവിരുദ്ധമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. NDPS നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ്? ആർക്കൊക്കെ അറിയാം? സ്ഥിരമായിട്ട് PSC പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ. NDPS നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 1985. NDPS നിയമം ഇന്ത്യൻ പാർലമെന്റ് 1985 പാസാക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ. NDPS നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ആർക്കൊക്കെ അറിയാം NDPS നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ് എന്ന്? ആർക്കൊക്കെ അറിയാം? ഒരു ഓപ്ഷൻ എ ബി സി ഡി ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, മയക്കുമരുന്നുകളുടെയും മാനസികോത്തേജക വസ്തുക്കളുടെയും ഉൽപാദനം, കൈവശം വയ്ക്കൽ, കടത്ത്, ഉപയോഗം എന്നിവ നിയന്ത്രിക്കുക. ഈ നിയമം മയക്കുമരുന്നുകളുടെ ദുരുപയോഗം തടയുന്നതിനും അതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കുന്നതിനും ലക്ഷ്യമിടുന്നു. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. NDPS നിയമത്തിലെ ഏത് വകുപ്പാണ് മയക്കുമരുന്ന് നാർക്കോട്ടിക് ഡ്രഗിനെ നിർവചിക്കുന്നത്? NDPS നിയമത്തിലെ ഏത് വകുപ്പാണ് മയക്കുമരുന്നിനെ നിർവചിക്കുന്നത്? ഓപ്ഷൻസ് 4 ഉണ്ടല്ലേ. ഏതാണ് സെക്ഷനെ സംബന്ധിച്ച്? സെക്ഷൻ കൃത്യമായിട്ട് അറിയാവുന്നവർക്ക് ഉത്തരം ഇപ്പൊ കിട്ടിക്കഴിഞ്ഞു. ഏതാണ് ഉത്തരം? ഏതാ സെക്ഷൻ? സെക്ഷൻ 2(x)(I)(x)(4) 14 ആണല്ലേ. സെക്ഷൻ 14 2(14) അല്ലേ, 2(14). അപ്പോൾ സെക്ഷൻ 2(14) പ്രകാരം കറുപ്പ്, കഞ്ചാവ്, കൊക്ക, ഇലകൾ തുടങ്ങിയവയെ മയക്കുമരുന്നുകളായി നിർവചിച്ചിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. NDPS നിയമത്തിലെ ഏത് വകുപ്പാണ് മാനസികോത്തേജക വസ്തു സൈക്കോട്രിക് സബ്സ്റ്റൻസിനെ നിർവചിക്കുന്നത്? മാനസികോത്തേജക വസ്തുവിനെ നിർവചിക്കുന്ന NDPS നിയമത്തിലെ ഏത് വകുപ്പാണ്? സെക്ഷൻസ് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സെക്ഷൻ 223 അല്ലെ, 223. സെക്ഷൻ 223 ആണ് കറക്റ്റ് ആൻസർ. ഈ വകുപ്പ് നിയമത്തിന്റെ പട്ടികയിൽ ഷെഡ്യൂൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏതൊരു പ്രകൃതിദത്തമോ കൃത്രിമമോ ആയ വസ്തുക്കളെ മാനസികോത്തേജക വസ്തുക്കളായി നിർവചിക്കുന്നു. ഈ വകുപ്പ് നിയമത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏതൊരു പ്രകൃതിദത്തമോ കൃത്രിമമോ ആയ വസ്തുക്കളെ മാനസികോത്തേജക വസ്തുക്കളായി നിർവചിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. NDPS നിയമപ്രകാരം കഞ്ചാവ് എന്നതിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടാത്തത്? NDPS നിയമപ്രകാരം കഞ്ചാവ് എന്നതിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടാത്തത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ, കഞ്ചാവ് ചെടിയുടെ വിത്തുകൾ അതാണ് അതിൽ ഉൾപ്പെടാത്തത്. NDPS നിയമം കഞ്ചാവ് ചെടിയുടെ ഇലകള്, പൂങ്കുലകള്, കറ എന്നിവയെ മയക്കുമരുന്നായി കണക്കാക്കുന്നു. എന്നാൽ വിത്തുകളും വേരുകളും ഇതിൽ ഉൾപ്പെടുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ. NDPS നിയമത്തിലെ ഏത് വകുപ്പ് ലഹരി വസ്തുക്കൾ കൈവശം വയ്ക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നു? ആർക്കൊക്കെ അറിയാം ഏത് വകുപ്പാണെന്ന്? NDPS നിയമത്തിലെ ഏത് വകുപ്പാണ് ലഹരി വസ്തുക്കൾ കൈവശം വയ്ക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നത്? ഏതാണ്? സെക്ഷൻ 20. സെക്ഷൻ 20 കഞ്ചാവ് കൈവശം വയ്ക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ചും സെക്ഷൻ 21 മറ്റു മയക്കുമരുന്നുകൾ കൈവശം വയ്ക്കുന്നതിനെ കുറിച്ചുള്ള ശിക്ഷയെക്കുറിച്ചും സെക്ഷൻ 22 മാനസികോത്തേജക വസ്തുക്കൾ കൈവശം വയ്ക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ചും പറയുന്നു. NDPS നിയമത്തിലെ സെക്ഷൻ 27 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
സെക്ഷനെ കുറിച്ച് കൃത്യമായിട്ട് അറിവുള്ള ആൾക്കാർക്ക്, കൃത്യമായ ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും അറിയാം ഏതാണ് NDPS നിയമത്തിലെ സെക്ഷൻ 27 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 4 ഓപ്ഷൻസ് ഉണ്ട്. ഉത്തരം കണ്ടുപിടിച്ചോ? ഏതാണ്? മയക്കുമരുന്ന് കച്ചവടത്തിന് സാമ്പത്തിക സഹായം നൽകുന്നതിനും കുറ്റവാളികളെ ഒളിപ്പിക്കുന്നതിനുമുള്ള ശിക്ഷയാണ് സെക്ഷൻ 27A ബന്ധപ്പെട്ടിരിക്കുന്നത്. ഈ വകുപ്പ് മയക്കുമരുന്ന് കച്ചവടം പ്രോത്സാഹിപ്പിക്കുന്നവർക്കും അതിന് സഹായം നൽകുന്നവർക്കുമുള്ള കഠിനമായ ശിക്ഷകളെ കുറിച്ച് പറയുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.